നമസ്കാരം. കേരള നവോത്ഥാനം എന്ന ഈ സിലബസ് ഭാഗത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേരാണ് വി.ടി. ഭട്ടതിരിപ്പാട് അഥവാ വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. എന്ത് പേരല്ലേ, വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. 1896 ജനിച്ചിട്ട് 982 മരണപ്പെട്ടു. ഇതാണ് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കാലഘട്ടം. ഓർത്തു വെക്കണം, 1896 ജനിച്ച് 982 മരണപ്പെട്ടു. എന്റെ കൂടെ ആൻസർ പറയാൻ ശ്രമിക്കണം. മുഴുവൻ പേര് വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. പിതാവിന്റെ പേര് തുപ്പൻ നമ്പൂതിരി, മാതാവിന്റെ പേര് ശ്രീദേവി അന്തർജനം. അമ്മയുടെ പേര് ഒരുപാട് പരീക്ഷകർക്ക് വന്നിട്ടുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അമ്മയുടെ പേരെന്താണ്? ശ്രീദേവി അന്തർജനം. വി.ടി. ഭട്ടതിരിപ്പാടിനെ ഒരുപാട് സ്വാധീനിച്ച അമ്മയുടെ പേരെന്താണ്? ശ്രീദേവി അന്തർജനം. അച്ഛന്റെ പേര് തുപ്പൻ നമ്പൂതിരി. ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ മേഴത്തൂര്. ഓർക്കണം, വി.ടി. ഭട്ടതിരിപ്പാട് ജന്മസ്ഥലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ മേഴത്തൂര്. നിറം കറുപ്പായിരുന്നു. തൊലി കറുപ്പായത് കൊണ്ട് സ്കൂളിൽ പോകാൻ മടി, ആൾക്കാർ കളിയാക്കും. അങ്ങനെ കളിയാക്കി വിളിച്ചിരുന്ന പേരുണ്ട് കറുത്ത പട്ടേരി, അല്ലെ? കറുത്ത പട്ടേരി എന്ന് പരിഹസിക്കപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. പിന്നെ വി.ടി. ഒരിക്കൽ ഒരു അമ്പലത്തിൽ കീഴ്ശാന്തിയായി ജോലി ചെയ്യുകയും അവിടെ വെച്ച് 5 or 6 വയസ്സുള്ള ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട തീയാടി പെൺകുട്ടി വി.ടിയുമായിട്ട് സൗഹൃദം ഉണ്ടാകുകയും ആ പിന്നോക്ക ജാതിയിൽപ്പെട്ട കൊച്ചു കുഞ്ഞ് ആ വി.ടി. ഭട്ടതിരിപ്പാടിനെ അക്ഷരം പഠിപ്പിച്ചു. മനസ്സിലാക്കണം, 17 വയസ്സായ വി.ടി. ഭട്ടതിരിപ്പാട് അന്ന് ആദ്യമായിട്ട് അക്ഷരം വായിച്ചു. ആരിൽ നിന്ന്? ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന്, ഒരു കുഞ്ഞിൽ നിന്ന് അക്ഷരങ്ങൾ സ്വീകരിച്ചു. എത്രാം വയസ്സിൽ? 17-ാം വയസ്സിൽ. അപ്പൊ മനസ്സിലാക്കണം, 17-ാം വയസ്സിൽ അക്ഷരാഭ്യാസം നേടിയ സാമൂഹ്യ പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. 17-ാം വയസ്സിൽ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിൽ മിശ്ര വിവാഹവും വിധവാ വിവാഹവും പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വി.ടി. ഭട്ടതിരിപ്പാട്. പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക തന്നെ ചെയ്തു. അപ്പൊ നമ്പൂതിരി സമുദായത്തിൽ ആദ്യമായിട്ട് വിധവാ വിവാഹവും മിശ്ര വിവാഹവും സംഘടിപ്പിച്ച വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഓർത്തു വെക്കത്തില്ലേ? അപ്പോൾ 1896 ജനിക്കുന്നു, 982 മരണപ്പെടുന്നു. മാതാവിന്റെ പേര് ശ്രീദേവി അന്തർജനം. മുഴുവൻ പേര് വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. ഓർക്കത്തില്ലേ? ജന്മസ്ഥലം മേഴത്തൂർ പാലക്കാട്. 17-ാം വയസ്സിൽ അക്ഷരാഭ്യാസം ആരംഭിച്ചു. 17-ാം വയസ്സിൽ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ചു. കറുത്ത പട്ടേരി എന്ന് കളിയാക്കി വിളിച്ചിരുന്നു. ഓർക്കത്തില്ലേ? തിരിച്ചു വരാം. മിശ്ര വിവാഹവും വിധവാ വിവാഹവും പ്രോത്സാഹിപ്പിച്ചു, സംഘടിപ്പിച്ചു. നമ്മുടെ നമ്പൂതിരി സമുദായത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു. ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. നമുക്കറിയാം വി.ടി. ഭട്ടതിരി. അപ്പൊ സമുദായം ഏത് വരും? ബ്രാഹ്മണ സമുദായം. അപ്പൊ ഇപ്പോഴുമുള്ള വളരെ പ്രസിദ്ധമായ ബ്രാഹ്മണ സംഘടനയുടെ പേരെന്താണ്? ഇപ്പോഴുമുള്ള വളരെ പ്രസിദ്ധമായ ആ ബ്രാഹ്മണ സംഘടനയുടെ പേരെന്താണ്? അതിന്റെ പേരാണ് യോഗക്ഷേമ സഭ. ഓർക്കുക, പേരെന്താണ്? യോഗക്ഷേമ സഭ. 1908 രൂപീകരിക്കപ്പെട്ട യോഗക്ഷേമ സഭ. ആ യോഗക്ഷേമ സഭയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ ആലുവയാണ്. അപ്പൊ ഓർക്കണം, 908 രൂപീകരിക്കപ്പെട്ട യോഗക്ഷേമ സഭയുടെ ആസ്ഥാനം എവിടെയാണ്? ആലുവ. ഇനി ആ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ആ ഉത്തരമാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. പറഞ്ഞ പേരെന്താണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കി മാറ്റുക. എന്താണ് ആപ്തവാക്യം? നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കി മാറ്റുക. അവരുടെ ആപ്തവാക്യം നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കി മാറ്റുക. യോഗക്ഷേമ സഭയുടെ ആസ്ഥാനം ആലുവ. ഫസ്റ്റ് പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇനി ആ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. ഓർക്കണം, യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? മംഗളോദയം. ഈ മംഗളോദയം എന്ന ഈ മാസികയുടെ ആദ്യ പത്രാധിപരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മംഗളോദയം എന്ന മാസികയുടെ ആദ്യ പത്രാധിപരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പഠിച്ചില്ലേ? ഇനി മംഗളോദയം മാസികയ്ക്ക് ശേഷം
യോഗക്ഷേമ സഭയുടെ ഉടമസ്ഥതയിൽ വന്ന മറ്റൊരു മാസികയുണ്ട്. ആ മാസികയുടെ പേര് ഉണ്ണി നമ്പൂതിരി. പറഞ്ഞ പേരെന്തുവാ? ഉണ്ണി നമ്പൂതിരി. ആ ഉണ്ണി നമ്പൂതിരി എന്ന മാസികയുടെ ആദ്യ പത്രാധിപരാണ് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ആരാണ്? മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ആ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിന്റെ തൂലികാനാമം MRB. പേരെന്തുവാ? MRB, മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ആ MRBയുടെ നാടകത്തിന്റെ പേരാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ഓർക്കണം, MRBയുടെ നാടകത്തിന്റെ പേരെന്താണ്? മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. മറ്റൊരു വ്യക്തിയുണ്ടല്ലോ, മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. ആ മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ എന്താണ് തൂലികാനാമം? പ്രേംജി. ഒരുപാട് പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. ആരുടെ പെന്നേമാണ് പ്രേംജി? മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. ആ പ്രേംജിയുടെ പ്രസിദ്ധമായ നാടകമാണ് ഋതുമതി. പറഞ്ഞ പേരെന്തുവാ? ഋതുമതി. ശ്രദ്ധിക്കണം. നമ്പൂതിരി സമുദായത്തിലെ നാടകത്രയങ്ങൾ എന്ന് വിളിക്കപ്പെട്ട നാടകങ്ങൾ ഏതെല്ലാം? ഒന്ന് VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, മറ്റൊന്ന് MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, മറ്റൊന്ന് പ്രേംജിയുടെ ഋതുമതി. പഠിച്ചില്ലേ? അപ്പൊ കൂടെ പഠിച്ചു പോകണം. സ്ത്രീകൾ തന്നെ ആദ്യമായിട്ട് എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ആദ്യത്തെ കേരളത്തിലെ സ്ത്രീ നാടകം ഏതാണ്? ആ ഉത്തരമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഓർക്കണം, കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ നാടകമാണ് ഇത്, തൊഴിൽ കേന്ദ്രത്തിലേക്ക്. അതിന്റെ മീനിങ് മനസ്സിലായോ? സ്ത്രീകൾ മാത്രമാണ് അതിന്റെ എല്ലാ വശത്തും നിന്നത്. എഴുത്തായാലും സംവിധാനമായാലും അഭിനയമായാലും മുഴുവൻ സ്ത്രീകളാണ്. ആ സ്ത്രീ നാടകത്തിന്റെ പേരെന്താണ്? തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ 1908 രൂപീകരിക്കപ്പെട്ട ബ്രാഹ്മണ പ്രസ്ഥാനം യോഗക്ഷേമ സഭ 1908 രൂപീകരിക്കപ്പെട്ടു. ആ സ്ഥാനം ആലുവ. ഫസ്റ്റ് പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആപ്തവാക്യം നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കി മാറ്റുക. മുഖപത്രം മംഗളോദയം. അതിന്റെ ആദ്യ പത്രാധിപർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മറ്റൊരു മാസിക ഉണ്ണി നമ്പൂതിരി. ആദ്യ പത്രാധിപർ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. പെന്നയും MRB നാടകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. പ്രേംജി നാടകം ഋതുമതി. VT നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. സ്ത്രീ നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക്. അത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് വരാം. 1921 ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ വോളണ്ടിയറായി പ്രവർത്തിച്ച മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. ഓർത്തു വെക്കണേ, 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അഥവാ ഒറ്റപ്പാലത്ത് വിളിച്ചുകൂട്ടിയ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. അതും കൂടാതെ 1921 INCയുടെ അഹമ്മദാബാദ് കോൺഗ്രസ് കമ്മിറ്റിയിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തു. ഓർക്കണം, 1921 INCയുടെ അഹമ്മദാബാദ് കോൺഗ്രസ് കമ്മിറ്റിയിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തു. അതിനെ തുടർന്ന് സ്വന്തം സമുദായത്തിൽ നിന്നും VT ഭട്ടതിരിപ്പാടിനെ പുറത്താക്കി. പരീക്ഷകൾക്ക് ഈ അടുത്ത കാലത്ത് ഒരുപാട് ഞാൻ കണ്ട ഒരു ചോദ്യമാണ്. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പങ്കെടുത്തതിനെ തുടർന്ന് സ്വന്തം സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. അപ്പോൾ ഒരേ വർഷം ഒന്ന് കേരളത്തിലെ KPCCയുടെ ഒറ്റപ്പാലം കമ്മിറ്റി വോളണ്ടിയറായി പ്രവർത്തിക്കുന്നു. അതേ വർഷം INCയുടെ അഹമ്മദാബാദ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പങ്കെടുത്തു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, VT ഭട്ടതിരിപ്പാടിന്റെ ഏറ്റവും പ്രസിദ്ധമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം 1929 എന്നാണ്. 1929. മനസ്സിലാക്കണം, ഈ നാടകത്തിന് ആമുഖം എഴുതിയ ആളുടെ പേരാണ് കേളപ്പൻ. മറക്കല്ല്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ ആമുഖം എഴുതിയ ആളുടെ പേര് കേളപ്പൻ. ഈ നാടകത്തിൽ അഭിനയിച്ച വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. അഭിനയിച്ചത് EMS, ആമുഖം കേളപ്പൻ, എഴുതിയ ആളുടെ പേര് VT ഭട്ടതിരിപ്പാട്. ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം 1929. എവിടെ വെച്ച് അവതരിപ്പിച്ചു? 1929 യോഗക്ഷേമ സഭയുടെ സമ്മേളനം വിളിച്ചുകൂട്ടിയ സ്ഥലമാണ് തൃശൂർ ജില്ലയിലെ ഇടക്കുന്നി.
ആ ഇടക്കുന്നിയിൽ വെച്ചായിരുന്നു യോഗക്ഷേമ സഭയുടെ 929 കമ്മിറ്റി. അവിടെ വെച്ച് ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചു. ഈ നാടകത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട സ്ത്രീ സംഘടനയാണ് അന്തർജന സമാജം. മനസ്സിലാവുന്നുണ്ടോ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട സ്ത്രീ സംഘടനയാണ് അന്തർജന സമാജം. ഈ അന്തർജന സമാജത്തിന്റെ ആദ്യത്തെ അധ്യക്ഷയായത് VT ഭട്ടതിരിപ്പാടിന്റെ സഹോദരിയായ പാർവതി നെന്മിനി മംഗലം ആണ്. മറക്കല്ലേ, അന്തർജന സമാജത്തിന്റെ ആദ്യത്തെ അധ്യക്ഷയായത് VTയുടെ പെങ്ങളായ പാർവതി നെന്മിനി മംഗലമാണ്. അപ്പോൾ ഓർക്കണം, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട സ്ത്രീ സംഘടനയാണ് അന്തർജന സമാജം. അപ്പോൾ അന്തർജന സമാജം രൂപീകരിക്കാൻ കാരണക്കാരനാരാ? VT ഭട്ടതിരിപ്പാടാ. ആ അന്തർജന സമാജത്തിന്റെ ആദ്യ അധ്യക്ഷയാര? പാർവതി നെന്മിനി മംഗലമാ. ഈ പാർവതി നെന്മിനി മംഗലമാണ് അന്തർജന സമാജത്തിന്റെ ഒരു ശാഖ ചേറ്റൂർ പുഴയിൽ സ്ഥാപിച്ചത്. പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. ചേറ്റൂർ പുഴയിൽ അന്തർജന സമാജം ആര് സ്ഥാപിച്ചു? പാർവതി നെന്മിനി മംഗലം. പറഞ്ഞ പേരെന്തുവാ? പാർവതി നെന്മിനി മംഗലം. ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ഭാഗത്തോട്ട് വരാം. ബ്രാഹ്മണന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് യോഗക്ഷേമ സഭ. ബ്രാഹ്മണ സ്ത്രീ സംഘടനയാണ് അന്തർജന സമാജം. ഇനി ബ്രാഹ്മണ യുവാക്കൾക്കും സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘം. ഈ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി. പിന്നീട് ഈ നമ്പൂതിരി യുവജന സംഘവുമായിട്ട് യോഗക്ഷേമ സഭ ലയിച്ചു. അതിന്റെ ഫലമായിട്ട് നമ്പൂതിരി യുവജന സംഘം ഇല്ലാണ്ടാകുകയും യോഗക്ഷേമ സഭയുടെ ഉടമസ്ഥതയിലേക്ക് മറ്റൊരു മാസിക വരികയും ചെയ്തു. ആ മാസികയാണ് ഉണ്ണി നമ്പൂതിരി. അതുകൊണ്ടാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ മംഗളോദയം. ആ യോഗക്ഷേമ സഭയുടെ ഉടമസ്ഥതയിലെ മറ്റൊരു മാസിക ഉണ്ണി നമ്പൂതിരി. ശരിക്കും ഉണ്ണി നമ്പൂതിരി എന്ന മാസിക നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു. ആ സംഘടന പിന്നീട് യോഗക്ഷേമ സഭയിൽ ലയിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? പക്ഷേ എക്സ്ട്രാ ഒന്ന് ഓർത്തു വെച്ചേക്കണം, ഈ നമ്പൂതിരി യുവജന സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് VT ചുമതലയേറ്റ വർഷം നാടകം അവതരിപ്പിച്ച വർഷമായ 29 പിറ്റേ വർഷമായ 930 അപ്പൊ 929 930 നമ്പൂതിരി യുവജന സംഘത്തിന്റെ അമരക്കാരനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. മറക്കുമോ? പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി പിറ്റേ വർഷം 931 VT ഭട്ടതിരിപ്പാട് അതിശക്തമായ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിന്റെ പേര് യാചനായാത്ര. പറഞ്ഞ പേരെന്തുവാ? യാചനായാത്ര. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന നമ്പൂതിരി മഠങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ VT ഭട്ടതിരിപ്പാട് യാചനായാത്ര സംഘടിപ്പിച്ചു. മറക്കുമോ? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. എവിടെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. എത്ര ദിവസം? 7 ദിവസം. എന്തിനു വേണ്ടി? കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി. ഓർക്കുമോ? അപ്പൊ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ VT ഭട്ടതിരിപ്പാട് ഒരാഴ്ച കൊണ്ട് നടത്തിയ യാത്രയാണ് യാചനായാത്ര. വർഷം 931. നമുക്കിനി അറിയാം, അതേ വർഷമല്ലേ ഗുരുവായൂർ സമരം ഉണ്ടായത്? നമുക്കറിയാം അല്ലെ? 931 നവംബർ മാസം 1 ആരംഭിച്ച ഗുരുവായൂർ സമരം. ആ ഗുരുവായൂർ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് VT ഭട്ടതിരിപ്പാട് തയ്യാറാക്കിയ ലേഖനത്തിന്റെ പേര് നമുക്കമ്പലങ്ങൾക്ക് തീ കൊളുത്താം. നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. അച്ചടിച്ച മാസികയുടെ പേര് ഉണ്ണി നമ്പൂതിരി. മാസികയുടെ പേരെന്തുവാണ്? ഉണ്ണി നമ്പൂതിരി. ഒന്നുകൂടെ ഗുരുവായൂർ സമരവുമായി ബന്ധപ്പെട്ട് VT ഭട്ടതിരിപ്പാട് തയ്യാറാക്കിയ ലേഖനമായ നമുക്കമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ച മാസികയുടെ പേര് ഉണ്ണി നമ്പൂതിരി. പഠിച്ചില്ലേ? നമുക്ക് തിരിച്ചു വരാം. 968 VT ഭട്ടതിരിപ്പാട് ഒരു ജാഥ കൂടി സംഘടിപ്പിച്ചു. ആ ജാഥയുടെ പേരാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ. അതിന്റെ പേരെന്തുവാണ്? സാമൂഹിക പരിഷ്കരണ ജാഥ.
1968. ആ ജാഥ എന്തിനു വേണ്ടിയാണ്? അതാണ് ശരിക്കും നമ്മൾ ഈ ഭാഗത്ത് ഓർത്തു വെക്കേണ്ടത്. മിശ്ര വിവാഹം പ്രചരിപ്പിക്കുവാൻ വേണ്ടി കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ 1968 സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. മറക്കുമോ? കാഞ്ഞങ്ങാട് മീനിങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ ആരെ സംഘടിപ്പിച്ചു? VT ഭട്ടതിരിപ്പാട്. എന്തിനു വേണ്ടി? മിശ്ര വിവാഹം പ്രചരിപ്പിക്കുവാൻ വേണ്ടി. ഓർത്തു വെക്കണം, VT ഭട്ടതിരിപ്പാട് മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. ആ ആശയം ഒരുപാട് പരീക്ഷകൾക്ക് വന്നതാണ്. ആ ആശയം അറിയപ്പെടുന്ന പേര് ബഹുമത സമൂഹം. ബഹുമത സമൂഹം. ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? ബഹുമത സമൂഹം. എല്ലാ മതക്കാരെയും കൂടെ ഒരുമിപ്പിച്ച് ഒരു സ്ഥലത്ത് അങ്ങ് താമസിപ്പിക്കുക. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതക്കാരെയും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് അങ്ങോട്ട് താമസിപ്പിക്കുന്നു. ഈ ആശയം ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ. ഈ ആശയം അറിയപ്പെടുന്ന പേരെന്തുവാ? ബഹുമത സമൂഹം എന്നാണ്. ഈ ആശയം VT ഭട്ടതിരിപ്പാട് നടപ്പിലാക്കി. ആ സ്ഥലം അറിയപ്പെടുന്ന പേര് കൊടുമുണ്ട കോളനി. അറിയപ്പെടുന്ന പേരെന്തുവാണ്? കൊടുമുണ്ട കോളനി. മറക്കല്ലേ? അപ്പോൾ കൊടുമുണ്ട കോളനി എന്ന ആശയം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. ആ VT ഭട്ടതിരിപ്പാട് പുറത്തിറക്കിയ ഒരു ദ്വൈവാരിക, ഒരു മാസികയുണ്ട്. ആ ദ്വൈവാരികയുടെ പേരാണ് വിദ്യാർത്ഥി. പറഞ്ഞ പേരെന്തുവാണ്? വിദ്യാർത്ഥി. മറക്കല്ല്. ഇനി എവിടെയാണ് VT മെമ്മോറിയൽ കോളേജ്? അല്ലെങ്കിൽ എവിടെയാണ് VT സ്മാരക കലാലയം? അത് ശ്രീകൃഷ്ണപുരം കോളേജ്, പാലക്കാട്. VT മെമ്മോറിയൽ കോളേജ് എവിടെയാണ്? അത് ശ്രീകൃഷ്ണപുരം കോളേജ്, പാലക്കാട്. ഇനി ഒരു ബ്രാഹ്മണ സ്ത്രീയെ വ്യഭിചാര കുറ്റമുണ്ട് എന്ന് സംശയം തോന്നുവാണെങ്കിൽ ആ ബ്രാഹ്മണ സ്ത്രീയെ ബ്രാഹ്മണ സമൂഹം ചോദ്യം ചെയ്യും. ആ ക്വസ്റ്റ്യനിങ് അറിയപ്പെടുന്ന പേരാണ് സ്മാർത്ത വിചാരണ. ആ ക്വസ്റ്റ്യനിങ് അറിയപ്പെടുന്ന പേരെന്തുവാണ്? സ്മാർത്ത വിചാരണ. ആ സ്മാർത്ത വിചാരണയ്ക്ക് ഇരയായ അവസാനത്തെ സ്ത്രീയാണ് കുറിയേടത്ത് താത്രി. ഓർത്തു വെക്കണം, സ്മാർത്ത വിചാരണയ്ക്ക് ഇരയായ അവസാനത്തെ സ്ത്രീയുടെ പേരെന്താണ്? കുറിയേടത്ത് താത്രി. അപ്പൊ ഓർക്കുക, VT ഭട്ടതിരിപ്പാടിന്റെ ദ്വൈവാരികയുടെ പേര് വിദ്യാർത്ഥി. VT മെമ്മോറിയൽ കോളേജ് ശ്രീകൃഷ്ണപുരം കോളേജ്, പാലക്കാടാണ്. അവസാനമായിട്ട് സ്മാർത്ത വിചാരണയ്ക്ക് ഇരയായ സ്ത്രീയുടെ പേരാണ് കുറിയേടത്ത് താത്രി. പഠിച്ചില്ലേ? നമുക്ക് ഈ ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ട് പഠിക്കാനുള്ളത് VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? കൃതികളെ കുറിച്ചാണ്. ഞാനൊന്ന് പറയാം, എൻ്റെ കൂടെ ആൻസർ പറയാൻ ശ്രമിക്കണം. ഒന്നാമത്തെ കൃതിയുടെ പേര് എൻ്റെ മണ്ണ്. എൻ്റെ മണ്ണ്. പഠിച്ചോ? എൻ്റെ മണ്ണ്. ഇവിടെ മണ്ണെന്നൊരു വാക്കില്ലേ? ആ മണ്ണ് നമുക്ക് ആര് തരും? കാലം തരത്തില്ലേ? അങ്ങനെ ഓർത്താ പോരായോ? അപ്പൊ കാലത്തിന്റെ സാക്ഷി. കാലത്തിന്റെ സാക്ഷി. ഇവിടെ സാക്ഷി എന്നൊരു വാക്കില്ലേ? സാക്ഷി സത്യമല്ലേ പറയൂ? അപ്പൊ സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഒരു വാക്കില്ലേ മനുഷ്യൻ? മനുഷ്യന്മാരുടെ എളുപ്പ വഴിയല്ലേ? അപ്പോ പോം വഴി. പറഞ്ഞ പേരെന്തുവാണ്? പോം വഴി. പഠിച്ചോ? ഒന്നുകൂടെ. എൻ്റെ മണ്ണ്. മണ്ണ്. കാലത്തിന്റെ സാക്ഷി. സാക്ഷി. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. മനുഷ്യൻ. പോം വഴി. രണ്ട് വാക്കല്ലേ പോം വഴി? പോം വഴി. കൂടെ പഠിക്കുക. രജനീരംഗം. രജനി രംഗം. കൂടെ പഠിക്കുക. വെടിവട്ടം. 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 പഠിച്ചില്ലേ? ഇനി കരിഞ്ചന്ത. 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 അവിടെ ചന്ത എന്നൊരു വാക്കില്ലേ? ആ ചന്തയെ ഓർത്തിയ മനസ്സുകൊണ്ട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കള വന്നില്ലേ? അവൾ വിശപ്പുറത്ത് നോക്കി. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. ഓർക്കുന്നുണ്ടോ? വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. ഇനി ഒരു ഭാവന പോലൊക്കെ പഠിച്ചുപോയേ. ചക്രവാളങ്ങൾ. ചക്രവാളങ്ങൾ. ദക്ഷിണായനം. ദക്ഷിണായനം. പൊഴിഞ്ഞ പൂക്കൾ. ഒന്നുകൂടെ. ചക്രവാളങ്ങൾ, ദക്ഷിണായനം, പൊഴിഞ്ഞ പൂക്കൾ. VT ഭട്ടതിരിപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ജീവിത സ്മരണകൾ. ജീവിത സ്മരണകൾ. മറ്റൊരു കൃതിയാണ് കർമ്മവിപാകം. 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 VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. കൂടാതെ ഘോഷാബഹിഷ്കരണത്തിന്, ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുക, ഘോഷാബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് VT ഭട്ടതിരിപ്പാട്.
മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ ഓരോ ആൻസറുകളും പറയാൻ ശ്രമിക്കുക, ചിന്തിക്കാൻ ശ്രമിക്കുക, സ്വയം ചോദിക്കുക എനിക്ക് പോയിന്റ്സുകളൊക്കെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന്. VT ഭട്ടതിരിപ്പാടിന്റെ മുഴുവൻ പേര് പറഞ്ഞേ. വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. ജന്മസ്ഥലം മേഴത്തൂർ പാലക്കാട്. അമ്മയുടെ പേര് ശ്രീദേവി അന്തർജനം. കളിയാക്കി വിളിച്ചിരുന്ന പേര് കറുത്ത പട്ടേരി. 17-ാം വയസ്സിൽ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ചു. 17-ാം വയസ്സിൽ അക്ഷരാഭ്യാസമൊക്കെ ആരംഭിക്കുന്നു. ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട തീയാടി പെൺകുട്ടിയാണ് ബ്രാഹ്മണനായ VTയെ അക്ഷരം പഠിപ്പിച്ചത്. നമ്പൂതിരി സമുദായത്തിൽ മിശ്ര വിവാഹവും വിധവാ വിവാഹവും നടപ്പിലാക്കുന്നു. ബ്രാഹ്മണ പ്രസ്ഥാനം അറിയപ്പെട്ട പേര് യോഗക്ഷേമ സഭ. സ്ഥാപിക്കപ്പെട്ട വർഷം 908. ആസ്ഥാനം ആലുവ. ഫസ്റ്റ് പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. മുഖപത്രം മംഗളോദയം. ആദ്യപത്രാധിപര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അവരുടെ മറ്റൊരു മാസിക ഉണ്ണി നമ്പൂതിരി. ആദ്യപത്രാധിപര് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാട്. അപ്പൊ MRBയുടെ നാടകം മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, പ്രേംജി നാടകം ഋതുമതി, VT നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നമ്പൂതിരി സമുദായത്തിലെ നാടകത്രയങ്ങളാണ് ഈ 3 നാടകങ്ങൾ. ആദ്യമായിട്ട് സ്ത്രീകൾ തന്നെ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഇനി യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കി മാറ്റുക. 921 ഒറ്റപ്പാലം കോൺഗ്രസ് കമ്മിറ്റിയിൽ വോളണ്ടിയറായി പ്രവർത്തിച്ചു. 921 അഹമ്മദാബാദ് INC കമ്മിറ്റിയിൽ പങ്കെടുത്തു. അതുകൊണ്ട് സ്വന്തം സമുദായക്കാര് അവിടെ നിന്നും പുറത്താക്കുന്നു. നാടകത്തിന്റെ പേര് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ആദ്യമായി കളിച്ച വർഷം 29. ഇവിടെ വെച്ച് ഇടക്കുന്നി, ജില്ലേതാ തൃശ്ശൂര്. അവിടെ വെച്ചായിരുന്നു 929 യോഗക്ഷേമ സഭയുടെ സമ്മേളനം. നാടകത്തിൽ അഭിനയിച്ചയാള് EMS. നാടകത്തിന് ആരെഴുതിയ ആമുഖം KK എളപ്പൻ. ഈ നാടകത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടായ പ്രസ്ഥാനമാണ് അന്തർജന സമാജം. ഫസ്റ്റ് അധ്യക്ഷയായത് പാർവതി നെന്മിനി മംഗലം. ഈ സ്ത്രീയാണ് ചേറ്റൂർ പുഴയിൽ അന്തർജന സമാജത്തിന്റെ ഒരു ബ്രാഞ്ച് സ്ഥാപിച്ചത്. പിന്നെ 29-ലും 30-ലും നമ്പൂതിരി യുവജന സംഘത്തിന്റെ അമരക്കാരനായിട്ട് VT ഭട്ടതിരിപ്പാട് ചുമതലയേൽക്കുന്നു. 31-ൽ ഗുരുവായൂർ സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന് പറയുന്നു. 31-ൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനായാത്ര സംഘടിപ്പിക്കുന്നു. 68-ൽ സാമൂഹ്യ പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് ടു ചെമ്പഴന്തി എന്തിനു വേണ്ടി? മിശ്ര വിവാഹം പ്രചരിപ്പിക്കുവാൻ വേണ്ടി നയിക്കുന്നു. ബഹുമത സമൂഹം അഥവാ കൊടുമുണ്ട കോളനി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു. ഘോഷ ബഹിഷ്കരണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു. VT മെമ്മോറിയൽ കോളേജ്, ശ്രീകൃഷ്ണപുരം കോളേജ്. എവിടെയാ ജില്ല? പാലക്കാട്. VTയുടെ ദ്വൈവാരികയുടെ പേര് വിദ്യാർത്ഥി. അവസാനമായിട്ട് സ്മാർത്ഥ വിചാരണക്കിരയായ സ്ത്രീയാണ് കുറിയേടത്ത് താത്രി. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. മറ്റു കൃതികൾ എൻ്റെ മണ്ണ്, കാലത്തിന്റെ സാക്ഷി, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, പോംവഴി, രജനീരംഗം, വെടിവട്ടം, കരിഞ്ചന്ത, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, കർമ്മവിഭാഗം, ജീവിത സ്മരണകള്, ചക്രവാളങ്ങള്, ദക്ഷിണായനം, പൊഴിഞ്ഞ പൂക്കൾ. മനസ്സിലായോ? ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് VT ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എനിക്കറിയാം ഒരല്പം പാടുമാണ്, പക്ഷെ വീണ്ടും ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക, കേട്ട് പഠിക്കാൻ ശ്രമിക്കുക, കേട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുക. മാർക്ക് നഷ്ടമായി പോകല്, ക്ലിയർ ആക്കി മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.